ആദരണീയനായ ഇരിക്കൂറിൻ്റെ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ശ്രേഷ്ഠരായ കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, പേരെടുത്ത് പറയേണ്ട വിധം സർവാദരണീയരായ ധാരാളം ആളുകൾ പിറകിലുണ്ടെങ്കിലും സമയദൈർഘ്യം ഭയന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അനാദരവായി തോന്നാതിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വഫിയ, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് CIC എന്ന പേരിൽ കോളേജുകളുടെ ഒരു പൊതുവായ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും മതഭൗതിക വിദ്യകൾ സമന്വയിപ്പിക്കുകയും രാജ്യ നന്മയുടെ, രാജ്യ പുരോഗതിയുടെ, രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വിദ്യാർത്ഥി സമൂഹത്തെ തയ്യാറാക്കി സാമൂഹിക നവോത്ഥാനത്തിന് ശ്രമിക്കും വിധം പ്രാപ്തരാക്കുക എന്ന ഒരു മഹത്തായ ദൗത്യവുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാണ് നാം. മതഭൗതിക വിദ്യകൾ സമന്വയിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് ആധുനികമാണ് എന്ന് പറയാം. വിജ്ഞാനങ്ങളെ രണ്ട് ധാരയാണെന്നും അത് പരസ്പരം സമന്വയിക്കേണ്ടതുണ്ട് എന്നും ചരിത്രപരമായി പറഞ്ഞാൽ കാലത്തിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ബോധമാണ്. നമ്മുടെ മതേതര ഘടനയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ആള് ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹിയാകുന്ന വർത്തമാനത്തിൽ ധാർമ്മികവും ഭൗതികവുമായ വിജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ച് രണ്ടും സ്വായത്തമാക്കി മതപരമായ ഭാഷയിൽ പറഞ്ഞാൽ ദീനും ദുനിയാവും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഈ കോഴ്സ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ അതിന്റെ ലക്ഷ്യം. ഈ വിദ്യാപീഠം കടന്നുപോയ ആളുകൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം വിജ്ഞാനങ്ങളിൽ, പലതരം ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും കനപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാർത്ഥി യൂണിയനുകൾക്കിടയിൽ ഒരു യൂണിയന് ഇനിയും എന്ത് പ്രസക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകമായി ചെയ്യാനുണ്ട് എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ധാരാളം ചാനലുകൾ, ധാരാളം പ്രസ്ഥാനങ്ങൾ, ധാരാളം സാമൂഹിക നവോത്ഥാനത്തിന്റെ മാർഗങ്ങൾ നിലനിൽക്കുമ്പോഴും പുതിയ സംഘടനയ്ക്ക്, പുതിയ പാർട്ടിക്ക്, പുതിയ ചാനലിന്, പുതിയ പത്രത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഒരു ബസ്സിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരാളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കണം. ബസ്സിൽ ആളുകൾക്ക് കയറാൻ ഇടമില്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ബസ് ഒരു സ്റ്റാൻഡിൽ നിന്നെടുക്കുമ്പോ ഒരു സീറ്റിൽ ആരും കയറാതെ ഇരിക്കും. അത് ഡ്രൈവിംഗ് സീറ്റാണ്. ഈ സമൂഹത്തിന്റെ വൈജ്ഞാനികവും തൊഴിൽപരവുമായ നവോന്മേഷത്തിനും വൈജ്ഞാനികമായ നഭോമണ്ഡലത്തിനും ഇനി ഒരു മാർഗദർശനം സാധ്യമാകുമെങ്കിൽ അത് സമൂഹത്തിന്റെ ഏറ്റവും നിർണായകമായ ഡ്രൈവിംഗ് സീറ്റിൽ എത്തുക എന്നതാണ് ഈ വിദ്യാർത്ഥി യൂണിയനും മുന്നോട്ട് വെക്കാനുള്ള സന്ദേശം. പെർഫെക്ഷൻ, പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് മനുഷ്യന്റെ കലാ അധ്വാനങ്ങൾ എന്ന് പറയപ്പെടാറുണ്ട്. ആ അർത്ഥത്തിൽ എളിയ ശ്രമങ്ങൾ നടത്തി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിത്വത്തെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന്, നമ്മുടെ നാടിന്റെ പുരോഗതിക്ക്, വികസനത്തിന്, വൈജ്ഞാനികമായ വിപ്ലവങ്ങൾക്കൊക്കെ തിരിതെളിയിക്കാൻ കഴിയുന്ന ഒരു ദർശനം കൂടെ സഞ്ചരിക്കുക എന്നത് പ്രധാനമാണ്. ലോകത്തെ വിജയിച്ച ഏത് സമൂഹങ്ങളുടെയും കയ്യിൽ
വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ തത്വചിന്താപരമായ നിലപാടുണ്ടായിരുന്നു. ലോകത്ത് മുന്നോട്ട് പോകുന്ന, ലോകം മുന്നോട്ട് വെക്കുന്ന ഏതൊരു നായകന്റെയും പിന്നിൽ രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ അതല്ലെങ്കിൽ വൈജ്ഞാനികമായ രംഗത്തോ തൊഴിൽ രംഗത്തോ ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, മുന്നിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം അവരുടെ ക്യാമ്പസ് കാലത്തെ ക്യാമ്പസ് പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സമാധാന MLA ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായി സംസാരിക്കാൻ ഉണ്ടാകും എന്നാണ് വിനീതമായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാതൃകായോഗ്യരായ നേതാക്കളെ വളർത്തിയെടുക്കുന്നത് ക്യാമ്പസുകളാണ്. കലാലയങ്ങളിൽ നിന്ന് അവർ ശീലിച്ച നേതൃ പരിശീലനങ്ങളാണ് അവരെ നേതാക്കളാക്കിയത്, അവരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റി. അതുകൊണ്ട് കലാലയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നാളത്തെ നേതാക്കളെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലുള്ളത് കൂടിയാണ്. ഒരു ലീഡർ, സ്കോളർ കൂടിയാകുമ്പോൾ സമൂഹത്തിന് അത് വലിയ ദിശാബോധം നൽകും, സമൂഹത്തെ അത് മുന്നോട്ട് നയിക്കും. ആ അർത്ഥത്തിൽ വിദ്യാർത്ഥി യൂണിയനുകളിൽ ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പുതിയ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നാം ഒരു രാഷ്ട്രം എന്ന നിലക്കും ഒരു ജനത എന്ന നിലക്കും ഏറ്റവും ആവേശപ്പെടേണ്ടതും ആശങ്കയോടെ നോക്കിക്കാണേണ്ടതും വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത ശ്രദ്ധിച്ചത് ചൈനയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 12,000 കോഴ്സുകൾ കാലഹരണപ്പെട്ടു എന്നതിന്റെ പേരിൽ മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ്. ഒരു സർക്കാരിനെ അതിന്റെ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പാരമ്പര്യത്തെ, അവരുടെ രാഷ്ട്രീയമായ ആഭിമുഖ്യത്തെ സമൂഹത്തിൽ അവർ കൊണ്ടുവരിക ഉദ്ദേശിക്കുന്ന പരിവർത്തനങ്ങളൊക്കെ ലക്ഷ്യമായിരിക്കുമെങ്കിലും 12,000 കോഴ്സുകൾ മാറ്റിവെച്ച യൂണിവേഴ്സിറ്റികൾ 15,000 പുതിയ കോഴ്സുകൾ അവതരിപ്പിച്ചു. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും സമൂഹത്തിന് നിർമ്മാണാത്മകമായി മുന്നോട്ട് പോകാൻ കഴിയുകയും പ്രോഗ്രസീവായി പുരോഗമനപരമായ വൈജ്ഞാനികവും തൊഴിൽപരവുമായ മേഖലകളെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മുടെ ഈ യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ അതിഥി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സജീവ ശ്രദ്ധയുള്ള നാടിന്റെ വികസനത്തിന്റെ സങ്കല്പങ്ങളിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നതിന് മുമ്പേ കണ്ടറിയാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം മാത്രമല്ല, വൈജ്ഞാനിക കാര്യങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ പിന്തുണ നമ്മുടെ ഈ വിദ്യാർത്ഥി യൂണിയൻ തന്നെ പലതവണ അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പലതവണ നമ്മുടെ സ്ഥാപനം അദ്ദേഹം സന്ദർശിക്കുകയും വിദ്യാർത്ഥി യൂണിയന്റെ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ വേദി അല്ലെങ്കിൽ പുതിയ ഇടം എന്ന നിലക്കുള്ള പരിചയക്കുറവുകൾ അദ്ദേഹത്തിന് ഉണ്ടാകില്ല. കാരണം അദ്ദേഹം 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മഹലിന്റെ സ്വീകരണം ഏറ്റുവാങ്ങുകയും അവിടെ വെച്ച് ഈ വിനീത നടത്തിയ എളിയ ഒരു ക്ഷണം, അതിനെ തുടർന്നുണ്ടായ വിദ്യാർത്ഥികളുടെയും നമ്മുടെ മഹല് ഭാരവാഹികളുടെയൊക്കെ ചില്ലറ വർത്തമാനങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു സദസ്സാണ്, ഒരു സംഗമമാണ്. അദ്ദേഹത്തിന് നാളെ ധാരാളം തിരക്കുകൾ, ഒരു MLA എന്ന് പറയുമ്പോൾ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് ചെയ്യാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കാനും കുറച്ചു നേരം കൂടി സഹവസിക്കാനും കഴിയുന്ന ഒരു സമയം എന്ന നിലക്ക് നാം ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. യൂണിയൻ ഇനാഗുറേഷന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ സെഷനുകൾ നാളെ പകൽ സമയത്തും വൈകുന്നേരങ്ങളിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ തന്നെ മാഗസിന്റെ പ്രകാശനം ഉൾപ്പെടെ കോളേജിലെ ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനം ഉൾപ്പെടെ വിദ്യാർത്ഥി യൂണിയൻ ഈ ഒരു വർഷത്തിൽ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അവതരണം ഉൾപ്പെടെയുള്ള അവാർഡ് ദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഈ പരിപാടിയിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാന്യരായ അതിഥികളുടെ സമയം കവരാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അധ്യക്ഷ ഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ അനൗചിത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ വന്നു ചേർന്നിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ, നാടിന്റെ
വൈജ്ഞാനികവും തൊഴിൽപരവുമായ സാമൂഹികമായ പരിവർത്തനങ്ങളുടെ നായകത്വം പേറുന്ന നിയമസഭാ സാമാജികൻ ആദരണീയനായ MLA അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ യൂണിയന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി സവിനയം